അനന്തുവിന് കണ്ണീരോടെ വിട നൽകി നാട്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണാണ് ദന്തൽ വിദ്യാർത്ഥിയായ അനന്തുവിന് ജീവൻ നഷ്ടമായത്. മുക്കോലയിലെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെ രാവിലെ 8 മണിക്കാണ് അനന്തു ഈ മുക്കോലയിലുള്ള വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകാനായി ഇറങ്ങിയത്. വീടിന് തൊട്ടപ്പുറത്ത് തന്നെ ഏകദേശം ഒരു 500 മീറ്റർ മാത്രം മാറിയാണ് അപകടമുണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ല് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്നും ഒരു കല്ല് തെറിച്ച് അനന്തുവിൻ്റെ തലയിൽ വീഴുകയും പിന്നീട് അനന്തുവിൻ്റെ ബൈക്ക് ഒരു മതിലിൽ പോയി ഇടിക്കുകയുമാണ് ചെയ്തത്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നലെ വൈകുന്നേരം കോളേജിൽ പോയി മടങ്ങി വീട്ടിലേക്ക് എത്തേണ്ട ഒരു ചെറുപ്പക്കാരൻ ഇന്നിപ്പോൾ രാവിലെ കോളേജിലെ പൊതുദർശനവും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഒടുവിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ചേതനയേറ്റ ശരീരമാണ്. സങ്കടക്കടലാണ് മുക്കോല എന്ന് പറയുന്ന ഈ ചെറുഗ്രാമം. 2 മാസങ്ങൾക്ക് മുൻപ് ഒരു സ്കൂൾ ടീച്ചറുടെ കാലിൽ ഇത്തരത്തിൽ വാഹനം കടന്നുപോയി അപകടം പറ്റി അവരുടെ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. ആ അവസ്ഥയുണ്ടായിട്ടും MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ കോവളം MLA എം വിൻസെന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം അമിതഭാരം കയറ്റിവന്ന വാഹനങ്ങൾ തടഞ്ഞിടുന്നതടക്കമുള്ള പ്രതിഷേധ നടപടികളിലേക്ക് പോയി. അത്തരത്തിൽ MLA അടക്കം ഇടപെട്ട് ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ അനന്തുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. ഈ തുറമുഖത്തിൻ്റെ കവാടമായ മുല്ലൂര് തൊട്ട് ഹൈവേ വരെയുള്ള റോഡ് പൂർത്തീകരിക്കാത്ത പക്ഷം ഇത് ഇനി തുടർന്നും സംഭവിക്കുമെന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ. അമ്മയും സഹോദരിയുമാണ് ഇന്നലെ അനന്തു വീട്ടിൽ നിന്നും പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. ആ അമ്മയ്ക്ക് അവസാന ചുമതല നൽകി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ അനന്തു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തെ ഒരു പ്രശ്നം മാത്രമാണ്. വാഹനത്തിൽ നിന്നും കല്ല് തെറിച്ച് വീഴുന്ന സമയത്ത് അനന്തുവിൻ്റെ വാഹനം ഒരു അല്പം മുൻപോട്ടോ പിൻപോട്ടോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഒഴിവായതിനെ. പക്ഷേ എന്ത് പറയാനാണ്, അതൊന്നും സംഭവിച്ചില്ല. അനന്തുവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായി. അനന്തുവിൻ്റെ പിതാവ് ഗൾഫിലായിരുന്നു. ഈ വിവരം അനന്തുവിൻ്റെ പിതാവ് മാധ്യമങ്ങളിലൂടെയാണ് മരണവാർത്ത അറിയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പിതാവ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയും GR അനിൽ അടക്കമുള്ളവരും അനന്തുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. മേയർ അടക്കമുള്ള എം വിൻസെന്റ് MLA അടക്കമുള്ളവരെല്ലാം ഇവിടേക്ക് എത്തി. പക്ഷേ ആർക്കും അനന്തുവിൻ്റെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആകുന്നില്ല. നാട്ടുകാരുടെ ജീവൻ അപായം ഉണ്ടാകുന്ന രൂപത്തിലും അപകടം ഉണ്ടാകുന്ന രൂപത്തിലും ഒരു കാരണവശാലുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. അത് ഗവൺമെൻറ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടി എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇതുപോലെ ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം. ഈ സംഭവം ചർച്ച ചെയ്തില്ലെങ്കിൽ, അപലപിച്ചില്ലെങ്കിൽ അത് നീതികേടാണ്. കാരണം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന, ഒരു നാടിന്റെ നാളത്തെ ഡോക്ടറായി മാറേണ്ടിയിരുന്ന ഒരു ജീവനാണ് കെട്ടടങ്ങിയിരിക്കുന്നത്, ഒരർത്ഥത്തിൽ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ആ സംഭവത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അധികാരികളുടെ അനാസ്ഥ പ്രകടമാണ്. അതുകൊണ്ട് ഈ വിഷയം മാതൃഭൂമി ന്യൂസ് ചർച്ച ചെയ്യുകയാണ്. CR നീലകണ്ഠൻ നമ്മോടൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ ചേരും. ശ്രീ NS നുസൂർ കോൺഗ്രസ് നേതാവാണ്. ശ്രീ നുസൂറിലേക്ക്. ശ്രീ NS നുസൂർ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത്. അതും ചെയ്യാത്ത ഒരു തെറ്റിന് അത്യന്തം നമ്മൾ സുരക്ഷിതത്തോടുകൂടി നടന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു മരണപ്പാച്ചിലിൽ ഒരു ടിപ്പർ പോവുകയാണ്. ടിപ്പറിൽ നിന്നും ഒരു കരിങ്കല്ല് തെറിച്ച് വീഴുന്നു, ജീവനില്ലാതാകുന്നു. അത് ഒരു അപകടമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ആ നാട്ടിൽ സ്ഥിരം സംഭവമായി മാറുന്നു. ഇത് എന്ന് സംഭവിക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നാടിന് ചിന്ത. നേരത്തെ തന്നെ അവിടുത്തെ നാട്ടുകാർ അലർട്ട് നൽകിയതാണ്. അതൊന്നും ഈ അധികാരികളാരും ചെവിക്കൊണ്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരു തരത്തിലും പാലിക്കാതെ ഈ ടിപ്പർ അനായാസം പായുന്നുണ്ടെങ്കിൽ അവിടെ ഉത്തരം നൽകേണ്ടത്, പ്രതിക്കൂട്ടിലാകുന്നത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് അടക്കമാണ്. എന്താണ് ഇതിലെ അനാസ്ഥകൾ നുസൂർ കാണുന്നത്, കോൺഗ്രസ് പാർട്ടി കാണുന്നത്? എത്രത്തോളം പ്രതിഷേധിക്കേണ്ട ഒരു വിഷയമാണിത്? വളരെ വിഷമത്തിൻ്റെ ദിനമാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഞാനും ഈ പ്രദേശവാസിയായി ഉള്ള ആളാണ്. ഈ അനന്തുവിൻ്റെ ഈ ദാരുണമായ അന്ത്യം അത് ക്ഷണിച്ചു വരുത്തിയ ഒരു വിനാശമാണെന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് 5ാമത്തെ അപകടമാണ് ഈ തുറമുഖ നിർമ്മാണത്തിന് വരുന്ന ടിപ്പറുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 2 ആക്സിഡൻറ്റുകൾ, അത് ആരും ശ്രദ്ധിക്കാതെ പോയ ആക്സിഡൻറ്റുകളാണ്. അതിനുശേഷം ഒരു കുട്ടിക്കുണ്ടായ അപകടം. അതിനുശേഷം ഈ തൊട്ടടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അധ്യാപികയുടെ കാലിലൂടെ ഒരു ടിപ്പർ കയറി ഇറങ്ങുകയും വലത് കാൽ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ
അതിശക്തമായ പ്രക്ഷോഭമാണ് വിഴിഞ്ഞ ജംഗ്ഷനിൽ നടന്നത്. അന്ന് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഒരു ആളെന്നുള്ള തരത്തിൽ എനിക്കതിൽ വ്യക്തമായി പറയുവാൻ സാധിക്കും. അന്ന് ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ് ഇത്. ഇവിടെ വച്ച് ഈ ആളുകൾ അതീവമായി സഞ്ചരിക്കുന്ന മേഖലയിലൂടെയുള്ള ടിപ്പറുകളുടെ ഈ മരണപ്പാച്ചിൽ അവസാനിപ്പിച്ചില്ല എങ്കിൽ ആ ഒരു സംശയവും വേണ്ട, ഒരു മരണത്തിലൂടെ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്ന് അന്ന് ചർച്ചയ്ക്കിരുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഞാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ വികസനത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ പലരുടെയും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നപ്പോൾ പലതരത്തിലുള്ള കണ്ടീഷനുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. ഞങ്ങൾക്കറിയാം അന്ന് നടന്ന സംഭവത്തിൽ ആ അധ്യാപികയെ ഒന്ന് പോയി കാണുവാൻ പോലും ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ അധികാരികളോ അതിനേക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരോ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ അന്ന് പറഞ്ഞ കണ്ടീഷനിൽ അതിന് മുമ്പ് തന്നെ എഴുതി വെച്ചിരുന്ന ഒരു കണ്ടീഷനുണ്ട്, 9 മണിക്ക് മുമ്പ് ടിപ്പർ സർവീസ് നടത്തില്ല. കാര്യം സ്കൂൾ ടൈമിന് മുമ്പ് 9:30 മുമ്പ് ടിപ്പർ സർവീസ് നടത്തില്ല എന്നുള്ളതാണ്. ഇവിടെ അപകടം നടന്നത് 8 മണിക്കാണ്. അപ്പോൾ ആ നിബന്ധനയും കൂടെ കാറ്റിൽ പറത്തിയ ഒരു സാഹചര്യത്തിൽ 8 മണിക്ക് അപകടം നടക്കുമ്പോൾ ഈ 9:30 മുമ്പ് ടിപ്പർ സർവീസ് നടത്തില്ല എന്ന് പറഞ്ഞ ആ എഗ്രിമെൻ്റ് തന്നെ അവർ ലംഘിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്ന് സമരത്തിന് നേതൃത്വം നൽകിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ഒരു ആവേശമായിരുന്നു ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ, ടിപ്പറുകൾ ഓട്ടിക്കാൻ. ഇവിടെ കോവളത്ത് നിന്ന് തുടങ്ങി ഹൈവേ മെയിൻ റോഡ് തലയ്ക്കോടെത്തി, തലയ്ക്കോട് വഴി നേരെ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പദ്ധതി പ്രദേശത്തേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞു ആ ഹൈവേ റോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ജനനിബിഡമായ പ്രദേശത്ത് കൂടി അല്ലാതെ പോകുന്നത്. ഒരു അധ്യാപികയ്ക്ക്, കാരണം നാട്ടിലെ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ആ അധ്യാപികയ്ക്ക് കാല് മുറിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. കാരണം കാല് നഷ്ടപ്പെട്ട് പോവുകയാണ്. പിന്നെയും അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ അപകടങ്ങൾ നടന്ന സ്ഥലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള ഒരു ദയയില്ലാത്ത, കനിവില്ലാത്ത ഒരു സംവിധാനമാണ്. കാരണം കാശില്ലാത്തവരല്ല അവർ. ആ സംവിധാനത്തിന് നല്ല പണമുണ്ട്, പണം ഇറക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ ഒരു സംവിധാനം എന്തുകൊണ്ട് ഇങ്ങനെ ആ ജനതയെ പുച്ഛിക്കുന്നു? പിന്നീട് പോലീസുകാരുടെ കാര്യമാണ്. ഈ സംഭവം ഇത്രയും സമയം കഴിഞ്ഞുണ്ടായിട്ടും ഉത്തരവാദപ്പെട്ടവർക്കെതിരെ നമ്മുടെ മുന്നിൽ നിയമങ്ങളുണ്ട്, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഉണരുന്നില്ല, നരഹത്യാ കുറ്റം ചുമത്തുന്നില്ല. അപ്പോൾ ഒത്തുകളി അവിടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണോ? എന്തെങ്കിലും നിങ്ങളിങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകളോട് എന്താണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പുകൾ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആ അധ്യാപികയെ ആംബുലൻസിൽ കയറ്റിവിട്ട ഒരാളാണ് ഞാൻ. അന്ന് മുറിഞ്ഞുപോയ കാല് കണ്ടുകൊണ്ട് അതിൽ നിന്ന് മനം നൊന്തുകൊണ്ടാണ് പ്രക്ഷോഭത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നത്. അന്ന് ആ സമരം അവസാനിപ്പിക്കാൻ അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഞങ്ങളോട് പറഞ്ഞത്, ഇനി ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ്. വിഴിഞ്ഞ തുറമുഖത്ത് നടക്കുന്ന നിർമ്മാണ പദ്ധതിയിൽ അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടായാൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം ഞാനത് വളരെ വ്യക്തമായി പറയാം. ഇപ്പോൾ ഒരു രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല എങ്കിലും അന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകേണ്ട ഒരു സാഹചര്യം വന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവിൻ്റെ മരുമകൻ്റെ കമ്പനിയാണ് ആ വാഹനങ്ങൾ ഇതുവഴി ഓട്ടിക്കുന്ന എഗ്രിമെൻ്റ് ഉള്ള കമ്പനി. അതുകൊണ്ട് തന്നെ അന്ന് പ്രധാനമായും വലിയ പ്രഷർ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. അവർക്ക് ആ സമരം അവസാനിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഘട്ടം വന്നിരുന്നു. പക്ഷേ ഞങ്ങളന്ന് ഒരു വിധത്തിലും തയ്യാറായിരുന്നില്ല സമരം അവസാനിപ്പിക്കാൻ. അവസാനവും പറഞ്ഞത് ഈ ജനനിബിഡമായ ഈ മേഖലയിലൂടെ വാഹനം കൊണ്ടുപോകരുത്, ടിപ്പർ സർവീസ് നടത്തരുത്, നടത്തിയാൽ ഇതൊരു അപകട മരണത്തിലൂടെ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്ന് താക്കീത് നൽകിയതാണ്. അതുപോലെ തന്നെ ടിപ്പറിൻ്റെ മുകളിലുള്ള ആ ഷീറ്റ് മൂടിയിടണമെന്ന് പറഞ്ഞിരുന്നു. അത് മൂടിയിട്ട് ഒരു വാഹനങ്ങൾ റോഡിലൂടെ ഓടുമ്പോഴും മൂടിയിട്ട് കാണാറില്ല. അങ്ങനെ പറഞ്ഞ എല്ലാ എഗ്രിമെന്റുകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നടത്തിയത്. ഇതിന് അധികാരികളുടെ ഒത്താശയുണ്ട്. കാരണം ഒരു കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയാണ്, ഒരു നാടിന്റെ പ്രതീക്ഷ ഇല്ലാതാകുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും മാത്രമാണ് നഷ്ടം. അവരുടെ നഷ്ടമാണ് തീരാ നഷ്ടമായി മാറുന്നത്. നമ്മളിത് ചർച്ച ചെയ്ത് കളയും, പിന്നീടും ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശ്രീ CR നീലകണ്ഠനുണ്ട്. ശ്രീ CR, ഒരു മനുഷ്യജീവൻ ഇല്ലാതാകുന്നു. കാരണം നാട്ടിൽ വികസനം വേണം, വികസനത്തിന് ആരും എതിരല്ല. പക്ഷേ ചില ജീവനുകൾ എടുത്തുകൊണ്ട് അവരെ കൊലക്കി കൊടുത്തുകൊണ്ട് വികസനം വേണമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടിപ്പറുകൾ ഇങ്ങനെ ചീറിപ്പായുമ്പോൾ അവിടെ ഒരു അനുവദനീയമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് പലതവണ പലകുറി ഈ നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും അവരുടെ ഭാഗത്തുനിന്നും ഉണരുന്നില്ല. പിന്നീട് ഈ ദാരുണ സംഭവത്തിന് ശേഷവും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ
അർഹമായിട്ടുള്ള ശിക്ഷ നൽകാൻ തക്ക രീതിയിലുള്ള വകുപ്പുകളോ കേസോ എടുക്കുന്നുമില്ല. എന്ത് മനസ്സിലാക്കണം CCR? എനിക്ക് ഇതിൽ യാതൊരു അത്ഭുതവുമില്ല. ഒരു പാവപ്പെട്ട യുവാവ് അതിദാരുണമായി കൊല്ലപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചർക്ക് കാല് മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ഇതൊന്നും വികസനവാദികൾ എന്ന് പറയുന്ന ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല. ഇപ്പോ എനിക്കറിയാം, ഇത് തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ പലയിടത്തും, പത്തനംതിട്ടയിലും കോട്ടയത്തും പാലക്കാടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ക്വാറി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രഷർ അല്ലെങ്കിൽ എംസാൻഡ്, അവരുടെ ട്രാഫിക് വാഹനങ്ങൾ ഇത് കൊണ്ടുപോകുന്ന വലിയൊരു മത്സര ഓട്ടമാണ്. ഏറ്റവും കൂടുതൽ ഒരു ദിവസം വളരെ വേഗം ഓടിയാൽ ഒരു ട്രിപ്പ് കൂടി കൂടുതൽ അടിച്ചാൽ അതിന്റെ കൂടുതൽ പണം കിട്ടും എന്നുള്ളത്, കൂടുതൽ പൊട്ടിച്ചാൽ അതിന്റെ പണം കിട്ടും എന്നുള്ളത്, വലിയ തോതിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ നടത്തുന്ന ഈ പ്രവർത്തനം, ഇതിൽ മനുഷ്യജീവനോ പ്രകൃതിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒരു വിലയും ഇവർ കൊടുക്കില്ല. നമ്മളത് പറഞ്ഞാൽ, നേരത്തെ സംസാരിച്ച സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ വികസന വിരുദ്ധനാവും. യഥാർത്ഥത്തിൽ നമ്മൾ ആരും വികസന വിരുദ്ധരല്ല. ഈ രാജ്യത്ത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വികസനം നടത്തുന്നതെങ്കിൽ ആ വികസനം തെറ്റാണ് എന്ന്, മനുഷ്യ ജീവന് ഭീഷണിയാണെങ്കിൽ തെറ്റാണ് എന്ന് അവർക്കെതിരെ നടപടി. ഇപ്പോ ട്രിപ്പർ കാര്യം പറഞ്ഞു. ടിപ്പറുകൾ നമ്മുടെ ഗ്രാമപ്രദേശത്തെ കൊച്ചു പഞ്ചായത്ത് റോഡുകളിൽ കൂടി പോലും 40-50 ടൺ വരെ ഭാരം കയറ്റി പോവുകയാണ്. ഞാൻ വളരെ ലളിതമായി, ഇതിപ്പോ ഇവരുടെ സമരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും അവർ പറയുന്നുണ്ട്, അതിൽ ഞാൻ കിടക്കുന്നില്ല. ഇവരുടെ ഒരു ഒത്തുതീർപ്പും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ എന്താ, ഏതെങ്കിലും നിയമം നമ്മുടെ നാട്ടിൽ ക്വാറിക്കാർ പാലിക്കുന്നു? ഏതെങ്കിലും നിയമം? ഞാൻ ഒരു 100 നിയമലംഘനങ്ങൾ പറയാം. നിങ്ങൾ നമ്മുടെ നാട്ടിൽ ക്വാറിയുടെ ചുറ്റും മതിൽ വേണം, ക്വാറി സ്റ്റെപ്പ് വേണം, തുടങ്ങി ഇതിലെ വാഹനങ്ങളിലേക്ക് വരികയാണെങ്കിൽ എപ്പോ വാഹനം ഓടിക്കണം? ഒരു റോഡിന് താങ്ങാൻ കഴിയാവുന്ന ശേഷി എത്രയാണ്? ആ ശേഷിയുടെ എത്ര മടങ്ങ് ശേഷിയുള്ള വാഹനങ്ങളാണ് ഇവർ? ട്രിപ്പർ ഓടിച്ചത് കൊണ്ട് മാത്രം നശിച്ച റോഡുകൾ കേരളത്തിൽ, ഗ്രാമീണ റോഡുകൾ 100 കണക്കിനാണ്. 100 കണക്കിന് അപകടങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുന്നു. പലപ്പോഴും കുട്ടികളെ, നേരത്തെ സ്കൂളിലെ കാര്യം പറഞ്ഞു, കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് അമ്മമാർക്ക് അവരെ ബസ് കയറ്റി വിടാൻ പോകാൻ ധൈര്യമില്ല. കുട്ടികൾ ബസ് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുമോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഒരു മയവുമില്ലാതെ. അതിനെന്താ കാരണം? അവിടെയാണ് പ്രശ്നം. ഇവരെ ഒരിക്കലും ശിക്ഷിക്കില്ല. നമ്മൾ ഈ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായും അത് ഈ രാഷ്ട്രീയക്കാരുടെ ചക്കരക്കുടമാണല്ലോ ഈ ക്വാറികൾ എന്നുള്ളത്. ചക്കരക്കുടമാണ്. നമ്മളൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയൂ. കാരണം നമ്മുടെ ഒരു സുരക്ഷിതത്തോടു കൂടി റോഡ് അരികെ ചേർന്ന് നടന്നു പോവുക, അങ്ങേയറ്റം സുരക്ഷിതത്തോടെ നടന്നു പോകുമ്പോൾ ഒരു വാഹനത്തിൽ നിന്നും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനത്തിൽ നിന്നും ഒരു ചെറിയൊരു കല്ല് വന്ന് നമ്മുടെ പുറത്തേക്ക് പതിച്ചാലുണ്ടാകുന്ന ആഘാതം നമുക്കറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ കല്ല് വന്ന് പതിക്കുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, ഇത് പല അലർട്ടായിട്ട് കഴിയാവുന്ന തരത്തിൽ അങ്ങേയറ്റം ആ നാട്ടുകാർ അവിടെ അധികാരികളെ അറിയിച്ചു, ചിലരെങ്കിലും. എന്നിട്ട് കൂടി നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങൾ, ഒരു ബൈക്കൊക്കെ പോകുമ്പോൾ പതിയിരുന്ന് പിടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞിട്ടും അവർക്ക് വഴിയൊരുക്കി വിടുകയാണ്. അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. താങ്കൾക്കൊരു പക്ഷേ അതിൽ അത്ഭുതം ഇല്ലായിരിക്കാം, കാരണം ഇതൊക്കെ ഒരുപാട് താങ്കൾ കണ്ടിട്ടുള്ളതാണ്, ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്തടുത്ത് ഒരു സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ആ പാറ വന്ന് വീണത് എവിടെയാണെന്ന് അറിയും. ജനങ്ങൾ വലിയ സമരം നടത്തിയ സ്ഥലം. മരിച്ചു കിടക്കുന്ന, അന്തിമ സംസ്കാരത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ശരീരത്തിൽ, ആ ശരീരത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളെ നോക്കിയത് അതിന്റെ മുകളിൽ ഒരു പാറ വന്ന് വീണ് കഴിഞ്ഞപ്പോ ഈ പാറയുടെ കമ്പനിക്കാരും പോലീസും ഉദ്യോഗസ്ഥരും പറഞ്ഞൊരു കാര്യം തരും, മരിച്ച ആളല്ലേ, പിന്നെന്താ കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും പറയാൻ ഇവർക്ക് ധൈര്യം കിട്ടണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയ കക്ഷികൾക്ക് ഫണ്ട് വേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. പക്ഷെ പല രാഷ്ട്രീയ കക്ഷികളുടെയും ഏറ്റവും പ്രധാന ഫണ്ടിങ് സോഴ്സ് ഈ പാറ ക്വാറികളും അതിന്റെ ഈ കച്ചവടക്കാരുമാണ്, അതിന്റെ വ്യാപാരമാണ്. അതുകൊണ്ട് ഏത് നിയമം ലംഘിച്ചാലും ഒരു ശിക്ഷയും ഇവർക്കെതിരെ കിട്ടില്ല. CCR, ഒരു കാര്യം കൂടി, ഈ ജീവച്ഛവമായി കിടക്കുന്ന നിരവധി ആളുകൾ ആ നാട്ടിലുണ്ട് എന്ന് പറയുന്നു. അവരെ ഒരു ടെലിഫോൺ കോളിലൂടെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ, കിട്ടുന്ന സഹായം, കാരണം ആ ജീവനോപാധി മുഴുവൻ നഷ്ടപ്പെട്ടു. ആ ഒരു അധ്യാപികയ്ക്ക് കാല് നഷ്ടപ്പെട്ടു, ഇനി സ്കൂളിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു കരുണ പോലും ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അല്ല, അവർക്ക് കരുണയുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, കാരണം അത് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതിപ്പോ ഞാനൊന്നും പറയുന്നില്ല, അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അവരെന്ത് ചെയ്താലും ഇവിടെ ആരും ചോദിക്കില്ല. വിഴിഞ്ഞം പോർട്ട് കേരളത്തിനുണ്ടാകാൻ പോകുന്ന വലിയ പാരിസ്ഥിതിക ദുരന്തത്തെ കുറിച്ച് വളരെ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കതറിയാം. അത് കണ്ടുകൊണ്ടിരിക്കുക, വർക്കല കണ്ടുകൊണ്ടിരിക്കുന്നു, മറ്റു പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരാൾ ഇവരോട് ചോദിക്കില്ല. കാരണം അദാനിയോടൊക്കെ നേരിട്ട് നിന്ന് ഇത് ചോദിക്കാൻ കഴിയുന്ന ആരുണ്ട് മാഷേ? ഒരാളും ഇല്ല. അദാനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് പത്തനംതിട്ടയിലോ ഇടുക്കിയിലോ കോട്ടയത്തോ എവിടെ വേണി കോറി നടത്താം, എവിടെ വേണി കൊണ്ടുപോവാം. ഇത് വിഴിഞ്ഞത്തിനാണ്. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ എന്തോ സംഭവമാണ്, അത് എത്രയായിരുന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം. പത്തനംതിട്ടയിലെ ചില പ്രദേശത്തെ കോറി മുഴുവൻ ഇവർക്ക് വേണ്ടിയിട്ടിരിക്കുക. അവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയിൽ പ്രശ്നമല്ല, നിയമം പ്രശ്നമല്ല, ജിയോളജി പ്രശ്നമല്ല. 9 ലൈസൻസ് വേണം. 9 ലൈസൻസുകാരും വളരെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുകൊടുക്കും ലൈസൻസ്. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പണം ഇറങ്ങുന്നു. നമ്മുടെ ഭരണകർത്താക്കൾ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, ഉദ്യോഗസ്ഥ സംവിധാനം പൂർണ്ണമായും വിലക്കെടുക്കപ്പെടുന്നു. ഇവിടെ ഇപ്പൊ ഒരു നേതാവിന്റെ ബന്ധുവിന്റെ ആണെന്നൊക്കെ പറഞ്ഞു, അതില് അത്ര വിവാദത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു നേതാവിന്റെ ബന്ധുവിന്റെ അല്ലെങ്കിലും പാറക്കോറികൾക്കെതിരായി പറയില്ല. താങ്കൾ ഇതടുത്ത് ചോദിച്ചില്ലേ, ഹെൽമെറ്റ് വെക്കാതെ പോയാൽ നമ്മളെ ഓടിച്ചിട്ട് പിടിച്ച് എറിഞ്ഞിട്ട് പിടിച്ച് വീഴ്ത്തുന്ന പോലീസാ, ട്രാഫിക് പോലീസ്. ഒരു പ്രാവശ്യം ഈ പോകുന്ന ട്രക്കിന്റെ എന്തെങ്കിലും സേഫ്റ്റി സംവിധാനം ഇവർ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. അതിനൊക്കെ നട്ടെല്ല് വേണം, ഇച്ഛാശക്തി വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ചക്കരക്കുടം അവിടെ നമ്മുടെ മുന്നിൽ അങ്ങനെ തന്നെയുണ്ട്. ശ്രീ ന്യൂസൂർ, ഇനി നമുക്ക് ഒരു ജനതയെ, ഒരു നാട്ടുകാരെ മുഴുവൻ അങ്ങനെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു വികസനത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നമ്മുടെ ജീവനാണ് ആ കുടുംബത്തിന്, അവരുടെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ അർഹിക്കുന്ന ഒരു നഷ്ടപരിഹാരമൊക്കെ ആ കുടുംബത്തിന് നൽകേണ്ടതാണ്. പക്ഷേ അത് സർക്കാരിലേക്ക് ചോദിക്കുമ്പോൾ അവർ ആ കമ്പനിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് തിരിഞ്ഞു നോക്കി, ഒരു കാല് നഷ്ടപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത ആ കമ്പനിയിൽ നിന്നും അങ്ങനെ ഒരു ദയ നമ്മൾ പ്രതീക്ഷിക്കണോ? പിന്നീട് ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്തണം, മാർഗരേഖകളൊക്കെ തന്നെ കർക്കശമാക്കണം. ഇനിയും ആരുടെ പുറത്ത് പോലും ഒരു ചീള് പോലും ചെന്ന് പതിക്കാൻ ഇടയാകരുത്. അതിനുവേണ്ടി എന്തിടപെടൽ സാധ്യമാണ്? നോക്കൂ, നമ്മൾ ഈ വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു തുറമുഖത്ത് ആ തുറമുഖം നടപ്പിലാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ത്യാഗം സഹിച്ച ഒരു ജനതയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വിഴിഞ്ഞം, മുക്കോല, അതുപോലെ തന്നെ പൂവാർ വരെയുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ത്യാഗം, ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഈ തുറമുഖ നിർമ്മാണം നടക്കുമ്പോൾ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരുടെ മത്സ്യസമ്പത്തിൻ്റെ മത്സ്യബന്ധന ഉപാധികൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അടക്കം, അവരുടെ വീടുകൾ തകർന്നതടക്കം, അങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഒരു വലിയ പദ്ധതി സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ആ പദ്ധതിയോട് അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി സന്നദ്ധമാകുന്ന, അതിന് എടുക്കുന്ന എല്ലാ ത്യാഗവും സഹിക്കുന്ന ജനതയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് ഇന്നലത്തെ മരണം കടന്നുപോയത്. ഇത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രക്തസാക്ഷിയായി മാറാനാണോ ഇവിടെയുള്ള ആളുകളുടെ വിധി? അനന്തു അല്ലേ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രക്തസാക്ഷിയായി മാറിയത്? അത് പ്രാവർത്തികമാക്കി വരുമ്പോൾ, ആ പദ്ധതി പ്രാവർത്തികമാക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ ആളുകളുടെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല? അല്ല എങ്കിൽ നേരത്തെ നീലകണ്ഠൻ സാർ പറഞ്ഞതുപോലെ ഇവിടെയുള്ള നിയമങ്ങൾ അതുപോലെ അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ അതിനൊന്നും ഇവർക്ക് സമയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചക്കരക്കുടം കണ്ടാൽ കൈയിട്ട് നോക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലുള്ള ആളുകൾ നിൽക്കുമ്പോൾ, അത് കൊടുക്കുവാൻ തയ്യാറായി വലിയ വലിയ കമ്പനികൾ നിൽക്കുമ്പോൾ അതിനുവേണ്ടി നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് ആളുകളെ രക്തസാക്ഷിയാക്കുന്ന ആ പരിപാടിക്ക് ആരും കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് ആദ്യമേ ഉള്ള അഭ്യർത്ഥന. നേരത്തെ പറഞ്ഞല്ലോ, ടീച്ചറിൻ്റെ വിഷയമുണ്ടായി. ആ ടീച്ചറിൻ്റെ വിഷയമുണ്ടായിട്ട് അവിടെ ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല. അതിനുശേഷം പറഞ്ഞ ഒരു കണ്ടീഷനുകളും ഞാൻ നേരത്തെ പറഞ്ഞു. നീലകണ്ഠൻ സാറ് അത് തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞത് അത് രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് തന്നെയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാര്യം ഇപ്പോൾ അത് പറയുവാനുള്ള സാഹചര്യമല്ല. പക്ഷെ അങ്ങനെ ആരുടെ കമ്പനിയോ ആയിക്കോട്ടെ, ആ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയാൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവർക്ക് എല്ലാ വഴിയിലുമുള്ള ലൂപ്പ് ഹോൾ ഒരുക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുമ്പോഴാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും നടക്കുന്നത്. ഇവിടെ ലോറികളുടെ മത്സര ഓട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പെട്ടെന്ന് അവരുടെ ഒരു ലോഡ് പൂർത്തിയാക്കിയിട്ട് വീണ്ടും ഒരു ലോഡ് എടുക്കാൻ വേണ്ടി ഏറ്റവും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മത്സര ഓട്ടം നടത്തുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് അമിതമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ ടയറുകൾ നമ്മൾ പരിശോധിച്ചാൽ, ഈ വാഹനങ്ങളുടെയൊക്കെ ടയറുകൾ പരിശോധിച്ചാൽ എപ്പോഴും വേണോ പൊട്ടാമെന്നുള്ള അവസ്ഥയിൽ അവസാനത്തെ കമ്പി വരെ കണ്ടിരിക്കുന്ന ടയറുകൾ വെച്ചുകൊണ്ടാണ് യഥാർത്ഥ രീതിയിലുള്ള ഒരു ഇതല്ല ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ തന്നെ ഉള്ളത്. ഇത്തരത്തിൽ അപകട സാധ്യത കൂടുതലുള്ള തരത്തിലാണ് ഇവിടെ ടിപ്പർ സർവീസ് നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സുഗമമായി പദ്ധതി പ്രദേശത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്. ആ വഴി
കുറച്ച് അല്പദൂരം കൂടുതൽ സഞ്ചരിക്കണമെന്നുള്ളത് കൊണ്ട് കിലോമീറ്റർ ലാഭിക്കാനാണ് ഈ ജനനിബിഡമായ പ്രദേശം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു കാര്യം പറയാം, ഇതുവരെ പറഞ്ഞതുപോലെയല്ല. ഇനി ഈ ജനനിബിഡമായ വിഴിഞ്ഞം മുക്കോല പ്രദേശത്തോടുകൂടി ടിപ്പർ സർവീസ് നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയാലും ഇനി മന്ത്രിതല ചർച്ച നടത്തിയാലും ആളുകളെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഈ ടിപ്പർ സർവീസ് അതാണ് പ്രധാനം. ആളുകളെ കുരുതി കൊടുത്താകരുത് വികസനം. ചർച്ചയിലേക്ക് തിരികെ ശ്രീ ആർ നീലകണ്ഠൻ, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അപലപിക്കും, ഒരു മാതാപിതാക്കളും ഇനി കണ്ണീര് വീഴ്ത്തരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കൊരു ജാഗ്രത വേണം. ഈ ഉള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി പരിപോഷിപ്പിക്കേണ്ടതുണ്ടോ, മാർഗരേഖകളൊക്കെ? കാരണം തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് കുറച്ചുകൂടി കർക്കശമായിട്ട് തന്നെ ആളുകൾക്ക് പാനിക്കാകാതെ കുട്ടികളെയൊക്കെ അവർക്ക് സ്കൂളിലേക്ക് വിടേണ്ടതുണ്ട്. ഈ പറഞ്ഞ മേഖല മാത്രമല്ല, നേരത്തെ CR തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ഈ നിയമം ലംഘിച്ച് നടത്തുന്ന സവാരികൾ, ലോഡ് അധികം കയറ്റി പോകുന്ന വാഹനങ്ങൾ, അതിനെയൊക്കെ ഒന്ന് മുക്കയിടാൻ ഈ ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിലവിലുള്ള നിയമം കർശനമായി നടപ്പാക്കുക. സുഹൃത്തെ, നമ്മൾ ബെൽറ്റ് ഇടാണ്ട് പോയാൽ നമ്മളിന്ന് ഫൈൻ ഈടാക്കും. ഹെൽമെറ്റ് വെക്കാതെ പോയാൽ എറിഞ്ഞു വീഴ്ത്തും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ഇത്ര സമയത്തെ ഓടിക്കാവൂ, ആ വണ്ടിയിൽ ഇത്ര ലോഡേ കയറ്റാവൂ, ഇന്ന രീതിയിൽ പോകാവൂ, അത് ഇന്ന രീതിയിൽ അടയ്ക്കണം, ഇപ്പൊ എംസാൻഡ് കൊണ്ടുപോകുമ്പോൾ അതിൽ വെള്ളമൊഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നിരവധി നിയമങ്ങളുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന പെർമിറ്റിന്റെ പുറത്ത് കുറെ നിയമങ്ങളുണ്ട്. ഇത് കർശനമായി പാലിക്കാൻ അതുപോലെ വേഗത, ഇതൊക്കെ പാലിക്കാൻ എന്താ കുഴപ്പം? മറ്റു വണ്ടികൾക്ക് പാലിക്കാമെങ്കിൽ എന്തുകൊണ്ട് ടിപ്പറിനും ഇപ്പുറത്തെ ഇതുപോലെയുള്ള ലോറികൾക്ക് പാലിച്ചുകൂടാ? അത് പാലിക്കാതിരിക്കുന്നത് തീർച്ചയായും അവരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ചക്കരക്കുടം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയാറുണ്ട്, കേരളത്തിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിലൊന്ന്, ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്ന ബിസിനസ്സുകളിലൊന്ന് പാറമടയും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമാണ്. അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ്. കാരണം ചില ജിയോളജി ഉദ്യോഗസ്ഥരുടെയൊക്കെ കൈകളിലേക്ക് ടിപ്പർ മുതലാളിമാർ, കാരണം നമ്മുടെ ഒരു സുഹൃത്ത് അത് പറഞ്ഞ്, നമ്മുടെ ഒരു പാറമട നടത്തുന്ന ഒരു കക്ഷി സുഹൃത്ത് പറയുന്നത് കേൾക്കണം. കാരണം പടിയായിട്ട് മാസം കിട്ടിയില്ല എങ്കിൽ അവിടെ നിന്നുള്ള വിളിയും അനക്കവും ഒക്കെ ഞാൻ പരാമർശിച്ചു പോയെന്ന് മാത്രം. അല്ല, ഇവിടുത്തെ ഏറ്റവും ലാഭകരമായ വ്യാപാരങ്ങളിലൊന്നും ഇതാണ്. ഇതിനെ കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അത് മൈനിങ് ആൻഡ് ജിയോളജി മുതൽ പോലീസും പഞ്ചായത്തും വരെ, റവന്യൂ ഉദ്യോഗസ്ഥർ, PCB, മറ്റേ ഇതിന്റെ പോലീസിന്റെ മറ്റ് സംവിധാനങ്ങൾ, എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ്, ഇവരൊക്കെ എത്ര വലിയ പണം ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ഇവരൊക്കെ നേരത്തെ പറഞ്ഞ ചക്കരക്കുടം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വർണ്ണഖനിയാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരും മിണ്ടില്ല. തൊട്ടാൽ അപ്പുറത്ത് വേറൊരാൾ വരും. ഇനി രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അവരുടെ പുറത്തുവിടപ്പെട്ട ഫണ്ടുകളിൽ ഏറ്റവും പ്രധാന ഫണ്ട് വരുമാനം പലർക്കും ഇതാണ്. അതുകൊണ്ട് അവരും മിണ്ടില്ല. കാരണം ഇത് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മിണ്ടുന്ന ആളുകൾ തീവ്രവാദികളോ വികസന വിരുദ്ധരോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരോ ആയി മുദ്ര കുത്തും. അവർക്കെതിരെ നടപടി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിഴിഞ്ഞം, NH, അങ്ങനെ ചില വിശുദ്ധ പശുക്കളുണ്ട്. അതിന്റെ പേരിലാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു നിയമവും പാലിക്കണം. അങ്ങനെ ഞാൻ പറയുന്നത്, വിഴിഞ്ഞം വേണോ വേണ്ടോ എന്നുള്ള തർക്കത്തിനൊക്കെ അപ്പുറത്ത് അവിടെ മനുഷ്യന് ജീവിക്കണോ വേണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യമുണ്ട്. ആ പ്രദേശത്തെ മനുഷ്യർ, നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സാധാരണ ഇന്നലെ ഒരു BDS വിദ്യാർത്ഥി മരിച്ചാൽ ആ വീട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കാൻ ഇവർക്ക് പറ്റുമോ? വിഴിഞ്ഞ പദ്ധതിയുടെ വലിയ മേന്മകളും ഇതുകളൊക്കെ പറയുന്ന ആളുകൾക്ക് ആ വീട്ടിലൊന്ന് പോയി നോക്കണോ? ആ ടീച്ചറോടും ചോദിക്കണോ? നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ വിഴിഞ്ഞം കമ്പനി കൊടുക്കണമെന്ന്. വിഴിഞ്ഞം കമ്പനി അല്ല കൊടുക്കണ്ടേ? ഇവിടെ പല തെറ്റുകൾക്കും കമ്പനികളല്ലോ കൊടുക്കുന്നത്. പല തെറ്റുകൾക്കും ബോട്ട് പറഞ്ഞ ദുരന്തമുണ്ടായി, ബോട്ട് കമ്പനിയോടല്ലോ ചോദിച്ചത്, സർക്കാരിലെ പൈസ കൊടുത്തത്. അതുപോലെ മദ്യ ദുരന്തമുണ്ടായി, എക്സൈസ് ഡിപ്പാർട്ട്മെന്റല്ലോ സർക്കാരിലെ പൈസ കൊടുത്തത്, അല്ലെങ്കിൽ മദ്യം വിറ്റാളല്ലോ കൊടുത്തത്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നഷ്ടപരിഹാരമായിട്ടായാലും ഇതിന്റെ ഉത്തരവാദിത്തമായിട്ടായാലും അതിനേക്കാളൊക്കെ പ്രധാനം നിയമം ലംഘിച്ചവർക്കെതിരെ കേസെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരി, തീർച്ചയായും സർ, വളരെ നന്ദി. NS നസൂർ, ഒപ്പം CR നീലകണ്ഠൻ. ഇപ്പോൾ ഒരു കുടുംബം അനാഥമാകുന്നു, അനന്തു എന്ന വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, അതും ടിപ്പറിന്റെ അനാസ്ഥ, അധികാരിയുടെ അനാസ്ഥയിൽ എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. പോലീസ് ഇപ്പോഴും നീതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ജില്ലാ ഭരണകൂടവും
മന്ദതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഏവരുടെയും ആക്ഷേപം. കോൺഗ്രസ് പാർട്ടി അതുകൊണ്ടാണ് പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നത്. വളരെ നന്ദി.